അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ തുടക്കം തന്നെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇതൊരു പ്രോഗ്രാമിൻ്റെ ആണെന്ന്. അപ്പോൾ ഇത് എന്ത് പ്രോഗ്രാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആനുവൽ ഡേയുടെ ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇത് പോസ്റ്റ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മളവിടെ ബാക്ക്ഗ്രൗണ്ടിലൊരു സോങ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെൻ്റെ കളരിയുടെ ഞാൻ പഠിച്ചിട്ടുള്ള നമ്മുടെ കളരി വണക്കം, ചുമട്ടടി, അങ്ങനെ ഞങ്ങൾ ആ ഒരു വർഷം ത്രൂ ഔട്ട് പഠിച്ചിട്ടുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് ചെറിയൊരു അരമണിക്കൂറിൽ ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് എല്ലാവരും കൂടിയിട്ട് ചെയ്യുന്നൊരു പ്രോഗ്രാമിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കളരി വണക്കമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഇടാവുന്നത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ടൊരു ചെണ്ടമേളം ഇടും. അപ്പോൾ അത് നമ്മൾ ഇട്ടപ്പോൾ നമുക്കത് കോപ്പിറൈറ്റ് കിട്ടി. അപ്പോൾ നമുക്ക് വേറൊരു വഴി ഉണ്ടായിരുന്നില്ല പിന്നെ ഇടാനായിട്ട്. നമ്മളിപ്പോൾ വേറെ കോപ്പിറൈറ്റ് ഇല്ലാത്ത സോങ്സ് എടുക്കുകയാണെങ്കിലും പിന്നെ നമുക്ക് 1 month ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കോപ്പിറൈറ്റ് വരികയാണ്. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്തതിനും നമ്മുടെ ആ ഒരു നെറ്റ് ഇതാക്കിയിട്ട് നമ്മൾ ഇട്ടേൻ്റെയൊക്കെ ആ ഒരു എന്താ പറയുക, അതൊക്കെ നമ്മുടെ വേസ്റ്റ് ആവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാതിരുന്നത് കേട്ടോ. അപ്പോൾ കളരി ഞാൻ പഠിക്കാൻ കാരണം ഞങ്ങൾക്ക് ഫൈൻ ആർട്സ് ഓപ്ഷനിലൊരു വെറൈറ്റി ആയിട്ടുണ്ടായിരുന്ന ഒരു ഓപ്ഷനായിരുന്നു കളരി എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കളരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു കൾച്ചറാണല്ലോ. അപ്പോൾ അതെനിക്ക് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് ഉള്ള വർഷം ഞാൻ 8th ജോയിൻ ചെയ്യാനായിട്ട് പോകുമ്പോൾ സ്കൂൾ തുടങ്ങുമ്പോൾ ഫൈൻ ആർട്സ് ഓപ്ഷനിൽ വെക്കേഷൻ ടൈമിൽ വന്നപ്പോൾ എന്ത് കൊടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്താ പറയുക യോഗയും അങ്ങനെ കരാട്ടയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും കൂടിയിട്ട് കളരിയാണ് കേട്ടോ ചൂസ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും കളരി പഠിക്കാനുള്ളൊരു താല്പര്യം കൊണ്ട് അങ്ങനെ കളരി ചൂസ് ചെയ്തു. അങ്ങനെ 3 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഞാൻ കളരി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു ലാസ്റ്റ് ഇയർ എനിക്ക് കുറേ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ മിസ്സായിട്ടുണ്ട്, കാരണം ഞാൻ 10th ആയതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു വീഡിയോ ആണ്, ഞാൻ 9th പഠിക്കുമ്പോഴത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഞാനും ഉണ്ണിക്കുട്ടനും കൂടിയിട്ടൊരു ഫൈറ്റ് സാറ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഫൈറ്റ് ഇതായി. പക്ഷെ അവനെ പുറത്തെടുക്കുമ്പം ഞങ്ങളുടെ ഒരു ഡ്രസ്സിൻ്റെ തുകൊണ്ട് വഴുതിയിട്ട് എടുക്കാനായിട്ട് പറ്റിയില്ല. പുറത്തിങ്ങനെ എടുത്ത് നിർത്തണതായിരുന്നു കേട്ടോ അത്. അപ്പോൾ അത് ചെയ്യാൻ പറ്റാത്തതിലേക്ക് ഭയങ്കര ഒരു വിഷമമുണ്ടായിരുന്നു. കാരണം പ്രാക്ടീസിലൊക്കെ എനിക്ക് സെറ്റായിട്ട് സ്റ്റേജിൽ വന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു കളരിയിലേക്ക് വരാനുള്ള ഒരു ജേണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനില്ല എന്ന് പറഞ്ഞൊരു ഐറ്റം ഇല്ല കേട്ടോ. ഞാൻ എത്ര ഐറ്റം ചെയ്തോ അതിൽ മിക്കതിലും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സാറ് ഞങ്ങളെ പഠിപ്പിച്ച ആ ഒരു ഇതുകൊണ്ടും പിന്നെ ആ ഒരു ക്ലാസ്സിൻ്റെ ഇതുകൊണ്ടും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഭയങ്കര ഹാപ്പി, ഒരു പ്രൗഡ് മൂമെൻ്റ് ഒക്കെയാണ് കേട്ടോ. നമ്മൾ പഠിച്ചെടുത്ത കാര്യം സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ട് അത് മറ്റുള്ളവർ കാണുമ്പോൾ അവർ പറയുന്ന ഒരു അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ. അപ്പോൾ വേറെ വീഡിയോ ഉണ്ടായിരുന്നത് ആദ്യം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു സോങ് ആയതുകൊണ്ട് അപ്ലോഡ് ചെയ്യാതെ വെച്ചിരുന്നതാണ്. അതിപ്പോൾ എനിക്ക് ഇങ്ങനൊരു വോയിസ് ഡബ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം എന്ന് തോന്നി, അതുകൊണ്ട് അപ്ലോഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വർഷത്തെ ആനുവൽ ഡേയുടെ വീഡിയോ വരുന്നതായിരിക്കും. അതിൽ എന്തായാലും വ്യത്യസ്തമായ ഐറ്റംസും പഠിച്ചിട്ടുള്ള ഒരു ഇതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.